സമാധി ആയി എന്നുള്ള ബോധ്യമായപ്പം ഓടിക്കൊണ്ടുവന്ന അമ്മ ഇവിടെ വിശ്വാസമാണ്. ഭഗവാനിൽ അങ്ങനെ ജയിച്ചു തൻ്റെ സഹസ്രതല പത്മത്തിലെത്തി തൻ്റെ പ്രാണൻ അവിടെ അടക്കുകയാണ് ചെയ്യുന്നത് സമാധിയാവുമ്പോൾ. ബ്രഹ്മത്തെ നോക്കിയാണ് ഇത് നിങ്ങൾ കെട്ടിയടച്ചു. എന്നിട്ട് നമ്മളതിനെ ആരൊക്കെ കൂടി? ഞാനും എൻ്റെ ചേട്ടനും കൂടെ. ഭയങ്കര ചൈതന്യമായിരുന്നു ആ സമയത്ത്. അച്ഛന് ഭയങ്കര ചൈതന്യവും തേജസ്സായിരുന്നു. ഗോപൻ സ്വാമിയുടെ മരണത്തിലെ ദുരൂഹത ആദ്യം റിപ്പോർട്ട് ചെയ്ത മാധ്യമ സ്ഥാപനം റിപ്പോർട്ടർ TV ആയതുകൊണ്ടും അത് റിപ്പോർട്ട് ചെയ്തത് ഞാനായതുകൊണ്ടും നമുക്ക് വ്യക്തിപരമായി അറിയാവുന്നതും അറിയാത്തതുമായ ആളുകളിൽ പലരും വാർത്തയിൽ റിപ്പോർട്ട് ചെയ്യുന്നതിനപ്പുറം ഇതിനകത്ത് എന്താണ് സംഭവിച്ചതെന്ന് കുറേ ആളുകൾ ചോദിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഇതിൻ്റെ പിന്നാമ്പുറ കഥകൾ അറിയാൻ വേണ്ടിയുള്ള ഒരു ചോദ്യമായി അതിനെ നമ്മൾ കണക്കാക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഏതാണ്ട് ഒരു 10:30-ക്കും 10:45-നും ഇടയിലാണ് ഒരു നമ്പറിൽ നിന്ന് എനിക്കൊരു കോൾ വരുന്നത്. അതിലവർ പറഞ്ഞത് ബാലരാമപുരത്തിനടുത്ത ഒരു സ്ഥലത്ത് ഒരാൾ 11:30-ക്ക് സമാധിയാകുമെന്ന് പറഞ്ഞ് ഒരു സ്ലാബിൽ ഇറങ്ങി നിൽക്കുന്നു, അദ്ദേഹത്തിൻ്റെ അടുത്ത് 2 മക്കൾ നിൽപ്പുണ്ട് എന്നതാണ് ഫസ്റ്റായി കിട്ടിയ ഒരു ഇൻഫർമേഷൻ. സ്വാഭാവികമായും ഒരു തമാശ വാർത്ത, ഒരു രസകരമായ വാർത്ത എന്ന് വിചാരിച്ചിട്ടാണ് തിരുവനന്തപുരത്ത് നിന്ന് ബാലരാമപുരത്തെ ആറാലുമൂട്ടിലേക്ക് ക്യാമറയും വണ്ടിയും എടുത്ത് ഞങ്ങൾ വരുന്നത്. ഇവിടെ എത്തുന്ന സമയം വരെ വളരെ രസകരമായ ഒരു വാർത്ത എന്ന് മാത്രമാണ് മനസ്സിലുണ്ടായിരുന്നത്. കാരണം മരിക്കാത്ത ഒരാൾ മരിക്കും, 11:30-ക്ക് മരിക്കുമെന്ന് പറഞ്ഞൊരു സ്ലാബിൽ ഇറങ്ങി നിൽക്കുന്നു, അതിന് 2 മക്കൾ കൂട്ടി നിൽക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു രസകരമായൊരു വാർത്തയായിട്ടാണല്ലോ എല്ലാവർക്കും തോന്നുക. അങ്ങനെ തോന്നിയാണ് ഞങ്ങൾ ഈ വീടിൻ്റെ മുമ്പിൽ വരെ എത്തുന്നത്. മുമ്പിലെത്തിയപ്പോൾ കാര്യങ്ങളുടെ കിടപ്പ്. കഥ മാറിയെന്ന് പറഞ്ഞാൽ വീടിൻ്റെ പരിസരത്തെത്തിയപ്പോൾ ആദ്യം കണ്ടത് അവരുടെ ഗേറ്റിൽ ഇതാണ്: ഓം കാവുവിളാകം ശ്രീ കൈലാസനാഥ മഹാദേവ ക്ഷേത്രം ആചാര്യഗുരു ബ്രഹ്മശ്രീ ഗോപൻ സ്വാമി സമാധിയായി 9/1/2025. അപ്പോഴാണ് ഇത് കേട്ടതുപോലുള്ള ഒരു തമാശക്കഥയല്ല, കാര്യമാണ് എന്ന് മനസ്സിലാകുന്നത്. ഈ നിൽക്കുന്ന ആളുകളൊന്നും അപ്പോഴിവിടെ ഇല്ല. 2 പോലീസുകാർ ഇവിടെ ഒരു കസേരയും കൂടെ ഉണ്ടായിരുന്നു. 2 കസേരയിൽ നെയ്യാറ്റിൻകര സ്റ്റേഷനിൽ ഒരു ഗ്രേഡ് SI ഒരു ജസ്റ്റിനും ഒരു കോൺസ്റ്റബിളും ആയിരുന്നു ഉണ്ടായിരുന്നത്. അതാണ് സ്ഥലമെന്ന് നമ്മളോട് കാണിച്ചു തന്നു. അങ്ങനെയാണ് നമ്മൾ ഈ ഭാഗത്തേക്ക് വന്നത്. അപ്പോൾ ആദ്യം കേട്ട കഥയല്ല, കഥയൊക്കെ മാറി. അതായത് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 11:30-ക്ക് ഇവിടുത്തെ ഗോപൻ സ്വാമി എന്ന ആൾ ഈ ആൽത്തറയുടെ താഴെ സമാധിയായി എന്നും ഇതിനകത്തേക്ക് അദ്ദേഹത്തെ ഇരുത്തി, അദ്ദേഹം ഇരുന്ന് തന്നെ സമാധിയായതാണ്, അതായത് ഇരുന്ന് തന്നെ അദ്ദേഹം മരിച്ചതാണ്. ഇതിനകത്തേക്ക് പൂജാ സാധനങ്ങളും ഭസ്മങ്ങളും മറ്റ് മതപരമായ ചടങ്ങുകളും മറ്റും 2 മക്കൾ ചേർന്ന് നടത്തി ഈ കാണുന്ന സ്ലാബിട്ട് മൂടുകയാണ് ചെയ്തതെന്നും അപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. നമ്മൾ വരുന്ന സമയത്ത് പോലീസ് ഇങ്ങോട്ടാരും കയറാതിരിക്കാൻ ചുറ്റും കെട്ടിയിട്ടുണ്ടായിരുന്നു. ഈ കാണുന്ന ടാർപോളിനും മറ്റുമില്ലായിരുന്നു. പിന്നീട് അന്വേഷിച്ചപ്പോൾ ഇവിടെ ഈ ആൽമരത്തിൻ്റെ താഴെ കുറേ വർഷങ്ങളായിട്ട് ധ്യാനത്തിലിരുന്നിരുന്നു അദ്ദേഹം എന്ന് മനസ്സിലായി. പക്ഷേ ഈ ഭാഗം പിന്നീട് അദ്ദേഹത്തെ ഇതിനകത്ത് കയറ്റി ഇരുത്തിയിട്ട് കിടക്കുകയല്ല ചെയ്യുന്നത്. പല ആളുകളും സാധാരണ സംസ്കാര ചടങ്ങുകളും മറ്റും കിടത്തിയാണ്, സമാധിയായ ആളുകളെ ഇരുത്തുകയാണെന്ന് നമ്മുടെ മക്കൾ പറഞ്ഞത്. ഇരുത്തി സ്ലാബിട്ട് മൂടുകയാണ് ചെയ്തത്. അതിനുശേഷമാണ് ഇത് നമ്മൾ നോക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് ഇളയ മകൻ രാജസേനൻ വന്നു. രാജസേനനുമായിട്ട് നമ്മൾ സംസാരിച്ചു. രാജസേനൻ പറയുന്നതിൽ പല പ്രശ്നങ്ങൾ നമുക്ക് തോന്നി. പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ നിയമപരമായ ഒരു കാര്യവുമല്ല അദ്ദേഹം പറയുന്നത്. ഒരാൾ മരിച്ചു എന്ന് തീരുമാനിക്കുന്നത് ഡോക്ടറല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഡോക്ടറല്ല, ഞങ്ങൾക്കറിയാം അച്ഛന് ശ്വാസമില്ലായിരുന്നു, വയറ്റിൽ ശ്വാസം എടുക്കുകയാണെങ്കിൽ വയറ് താങ്ങുകയും പൊങ്ങുകയും ചെയ്യും, താഴുകയും ഉയരുകയും ചെയ്യും, പക്ഷേ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അച്ഛൻ മരിച്ചു എന്ന് ഉറപ്പിച്ചതിന് ശേഷമാണ് ഞങ്ങൾ സമാധി ഇരുത്തിയത്. നമ്മൾ മരിച്ചു എന്ന വാക്കുപോലും ഉപയോഗിക്കരുത്, സമാധി എന്ന് ഉപയോഗിക്കണം എന്നാണ് അവർ പറഞ്ഞത്. വീട്ടിൽ വന്ന മരുന്ന് ഗുളിക അച്ഛന് BP ഷുഗറുമുണ്ട്. BPക്കുള്ള ഗുളികയും കഴിച്ചു. ഇതിനെല്ലാം കഴിച്ച് ഇൻസുലിനൊക്കെ വെച്ചതിന് ശേഷമാണ് അച്ഛൻ കഞ്ഞിയൊക്കെ കുടിച്ചു.
സമാധിയാവാൻ പോകുന്നതെന്ന് വന്നതിന് ശേഷമാണ് അവിടെ നിന്ന് വന്ന് സമാധി ഇരുന്നത്. അച്ഛൻ്റെ ജീവൻ പോകുമ്പോൾ നമ്മൾ തൻ്റെ സ്പന്ദനാടി, ആ നാടി ഇടുപ്പ് നിൽക്കും, തൻ്റെ ശ്വാസം നിൽക്കും, ശ്വാസം കാണത്തില്ല, വയറ്. നമുക്കിതൊക്കെ കൃത്യമായിട്ടും ആ പ്രാണൻ പോകുന്ന സമയത്ത് ഞാൻ ക്ഷേത്ര പൂജാരിയാണ്, എനിക്കറിയാൻ പറ്റും. അത് ഞാൻ പൂജാരി ആയതുകൊണ്ട് നമുക്ക്, അതായത് വിഗ്രഹത്തിലേക്ക് തൻ്റെ ആത്മാരാധന, പീഠപൂജ, ന്യാസം, വ്യാപകം, പഞ്ചകം, എല്ലാ പൂജാതി കർമ്മങ്ങളും ചെയ്യുന്നത് കൊണ്ട് ഒരു വിഗ്രഹത്തിലേക്ക് എങ്ങനെ ചൈതന്യം കൊണ്ടുവരും, ജീവചൈതന്യം കൊണ്ടുവരാൻ എന്ന് പറയുന്നത് എനിക്ക് അറിയാൻ പറ്റും. പിന്നീട് ഇത് വലിയ വാർത്തകളാവുകയും എല്ലാ മാധ്യമങ്ങളും വരികയും പോലീസ് വരികയും നാട്ടുകാർ വരികയും ഒക്കെ ഉണ്ടായി. ഏറ്റവും അവസാനം ഇന്നലെ ഈ സ്ലാബ് പൊളിച്ച് അദ്ദേഹത്തെ പുറത്തെടുത്ത് പറ്റിയാൽ ഇവിടെ വെച്ച് തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ ചെയ്യാനുള്ള ഒരുക്കങ്ങൾ, ഈ ടേബിളും മറ്റും ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇവിടെ വെച്ച് തന്നെ ഇൻക്വസ്റ്റ് നടത്തി പോസ്റ്റ്മോർട്ടം നടത്താൻ ഫോറൻസിക് സർജൻ, സബ് കളക്ടർ, RDO, DYSP എന്നിവരുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥരെത്തി. അപ്പോഴേക്കും രണ്ട് പക്ഷമായി ചേർന്ന് തിരിഞ്ഞ ആളുകൾ ഇവിടെ വന്നു. ഒരു പക്ഷം എന്ന് പറയുന്നത് ഈ കുടുംബത്തിനൊപ്പം നിന്ന് ഇത് പൊളിക്കരുത്, ഇതിങ്ങനെ തന്നെ നിലനിർത്തണം, അവരുടെ വിശ്വാസം കാക്കണം എന്നാവശ്യപ്പെടുന്ന ഹൈന്ദവ സംഘടനകളും കുടുംബവും ഒരു പക്ഷത്ത്, മറുവശത്ത് നാട്ടുകാർ ഇത് പൊളിച്ച് ഇതിൻ്റെ നിഗൂഢത മാറ്റണമെന്നാവശ്യപ്പെട്ട് വന്നു. പോലീസ് നോക്കി നിൽക്കെ ഇദ്ദേഹത്തിൻ്റെ, ഗോപൻ സ്വാമിയുടെ ഭാര്യ, 2 മക്കൾ, ഒരു മരുമകൾ എന്നിവർ ഓടി വന്ന് ഇവിടെ കുത്തിയിരുന്നു. അവർ ബഹളം വെച്ചു. അങ്ങനെ പോലീസ് ഈ നടപടിയിൽ നിന്ന് പിൻവാങ്ങി. ഏറ്റവും അവസാനം അവർക്ക് നോട്ടീസ് കൊടുത്തു. എന്തു വന്നാലും ഇത് പൊളിക്കേണ്ടി വരും എന്ന് അവരുമായി ചർച്ചയിൽ നടത്തിയപ്പോൾ പറഞ്ഞു. ആ ചർച്ചയ്ക്ക് ശേഷം ഇത് പൊളിക്കാനുള്ള തീരുമാനത്തിൽ അവരെത്തിയിട്ടുണ്ട്. പക്ഷേ എപ്പോഴാണ് പൊളിക്കുക എന്ന കാര്യത്തിൽ ഇന്നത്തോടു കൂടിയേ ഒരു വ്യക്തത വരും. ഇതിനകത്ത് എടുത്തു പറയേണ്ട ഏറ്റവും അപകടകരമായ ഒരു സംഭവം എന്ന് പറയുന്നത്, ആദ്യ ദിവസങ്ങളിൽ ഇവിടെ വന്നപ്പോൾ മക്കളോടും ബന്ധുക്കളോടും ഇവിടെയുള്ളവരോടുമൊക്കെ സംസാരിക്കുമ്പോൾ വിശ്വാസപരമായി അവർ സംസാരിക്കുന്നു എന്നതിനപ്പുറം മറ്റു മതങ്ങളെയും മറ്റും കുറ്റപ്പെടുത്തുന്ന സംഭവവികാസങ്ങളൊന്നും കണ്ടില്ല. ഇതിൽ പലതരത്തിലുള്ള ഇടപെടലുകൾ, രാഷ്ട്രീയ സംഘടനകൾ, മതസംഘടനകൾ ടെയൊക്കെ ഇടപെടലുകൾ വന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഇപ്പോൾ ഇത് പൊളിക്കും, പക്ഷേ ഒരു ഹിന്ദുവിൻ്റേതായതുകൊണ്ട് ഇത് പൊളിക്കും, മുസൽമാൻ്റെ ഖബർ പൊളിക്കുമോ, അല്ലെങ്കിൽ ക്രൈസ്തവനായ ഒരാളുടെ സെമിത്തേരി പൊളിക്കുമോ, അത് ഞങ്ങളോട് ആയതുകൊണ്ട് ചെയ്യാം എന്ന തരത്തിൽ ഉള്ളൊരു വാക്കുകളുമായി മക്കളും മറ്റും രംഗത്ത് വരുന്ന ഒരു അപകടകരമായ ഒരു സാഹചര്യവും നമ്മൾ കണ്ടു. ഇനി പറയാനുള്ളത്, ഇത് 3 വീടും സെമിത്തേരി സ്ലാബും ഒപ്പം ക്ഷേത്രവും അടുത്തടുത്താണ്. ഈ കാണുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സ്ലാബാണ്. ഇതിൻ്റെ തൊട്ടടുത്ത് എല്ലാം കൂടെ ഒരു 50 മീറ്ററുള്ളൂ. നേരെ എൻ്റെ പുറകിൽ കാണുന്നതാണ് ഗോപൻ സ്വാമിയുടെ വീട്. ഈ വീട്ടിൽ ഗോപൻ സ്വാമിയുണ്ട്, 2 മക്കളുണ്ട്, 2 മരുമക്കളുണ്ട്, ഒരു മകന് 2 ചെറിയ കുട്ടികളുമുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതാണ് ഗോപൻ സ്വാമിയുടെ അവരുടെ തറവാട് വകയായിട്ടുള്ള ഒരു ശിവക്ഷേത്രം. ഈ ശിവക്ഷേത്രത്തിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ആ സമയത്താണ് അദ്ദേഹത്തിന് സമാധിയാകും എന്ന് വെളിപാട് വരികയും അദ്ദേഹം ഇവിടുന്ന് ഇറങ്ങി നേരെ ആൽത്തറയിലേക്ക് പോയിരുന്ന് മരിക്കുകയും ചെയ്തു എന്നാണ് ഇവർ പറയുന്നത്. ഇനി ഉള്ള സംഭവവികാസങ്ങൾ കോടതി നടപടികളിലേക്കൊക്കെ പോകും എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതാണ് നമ്മൾ അനുഭവിച്ച കാര്യങ്ങൾ. ഇതിനപ്പുറം ഇതുമായി ബന്ധപ്പെട്ട് ഒരു സംഭവങ്ങളും നമ്മളുടെ അറിവിലില്ല. പല കഥകളുണ്ട്. അത് കഥകൾ മാത്രമാണെന്ന് വിശ്വസിക്കാനാണ് ഞങ്ങൾ ഇഷ്ടപ്പെടുന്നത്.